നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച മാസപ്പടി കേസിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്. മകൾ വീണ വിജയൻ നൽകിയ ആ നിർണായക മൊഴി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കുരുക്കിലാക്കിയിരിക്കുകയാണോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ ഇപ്പോൾ കേസിന് പുതിയ മാനം തന്നെ നൽകിയിരിക്കുകയാണ്. രാഷ്ട്രീയ വൃത്തങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഇഡി നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പല നിർണായക വിവരങ്ങൾക്കും വീണയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. എല്ലാ കാര്യങ്ങളും അച്ഛനാണ് അറിയാവുന്നത്. ഒറ്റ വാചകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ മൊഴി ഇഡിയുടെ അന്വേഷണ ദിശയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. CMRL ഉടമ കർത്ത നേരത്തെ നൽകിയ മൊഴികളും വീണയുടെ ഈ വെളിപ്പെടുത്തലും ഒത്തുചേരുമ്പോൾ കേസ് ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സേവനങ്ങളൊന്നും നൽകാതെ തന്നെ എക്സാലോജിക്കിന് CMRLൽ നിന്ന് കോടിക്കണക്കിന് രൂപ ലഭിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് ഇഡി അന്വേഷിക്കുന്നത്. വഴിവിട്ട രാഷ്ട്രീയ സഹായങ്ങൾക്ക് പകരമായി നൽകിയ പ്രത്യുപകാരമാണോ ഈ തുകകൾ എന്ന സംശയമാണ് അന്വേഷണ ഏജൻസിക്കുള്ളത്. വീണയ്ക്ക് കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ലഭിച്ച തുകയുടെ സ്വഭാവത്തെക്കുറിച്ചോ കൃത്യമായ മറുപടി നൽകാൻ സാധിക്കാതെ വന്നതോടെയാണ് സാമ്പത്തിക കൈമാറ്റങ്ങളുടെ പിന്നിലെ വിവരങ്ങൾ പിതാവിനാണ് അറിയാവുന്നത് എന്ന് അവർ പ്രതികരിച്ചത്. ഈ മൊഴി പുറത്തു വന്നതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ കാരണങ്ങൾ ഇഡിക്ക് കൂടുതൽ ശക്തമായിരിക്കുകയാണ്. CMRL ഉടമ കർത്ത നൽകിയ മൊഴികൾക്കു പിന്നാലെ മകൾ വീണ വിജയന്റെ പ്രസ്താവനകൾ കൂടി പുറത്തു വന്നതോടെ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകളുടെ സൂത്രധാരനിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് ഇവരുടെ വെളിപ്പെടുത്തലുകളെന്നാണ് ഇഡി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ഇതോടെ കേസിൽ മുൻ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ കാരണങ്ങൾ ഇഡിക്ക് ശക്തമായിരിക്കുകയാണ്. കേസിന്റെ പ്രാരംഭഘട്ടം മുതൽ കമ്പനിയുടെ സേവന കരാറുകളെക്കുറിച്ചും പ്രതിമാസ തുക കൈപ്പറ്റിയതിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ വീണയ്ക്ക് സാധിച്ചിരുന്നില്ല. എക്സാലോജിക് കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലഭിച്ച തുകയുടെ സ്വഭാവത്തെക്കുറിച്ചും ഇഡി തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് സാമ്പത്തിക കൈമാറ്റങ്ങളുടെയും തീരുമാനങ്ങളുടെയും പിന്നിലെ വിവരങ്ങൾ അറിയാവുന്നത് അച്ഛനാണെന്ന തരത്തിൽ വീണ പ്രതികരിച്ചത്. CMRL നിന്ന് എക്സാലോജിക് കമ്പനിക്ക് സേവനങ്ങളൊന്നും നൽകാതെ തന്നെ കോടിക്കണക്കിന് രൂപ ലഭിച്ചെന്ന ഗുരുതര ആരോപണമാണ് അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്. മുൻപ് നൽകാത്ത സേവനങ്ങൾക്കായി കരാറുണ്ടാക്കുകയും തുക കൈപ്പറ്റുകയും ചെയ്തത് വഴിവിട്ട രാഷ്ട്രീയ സഹായങ്ങൾ നൽകിയതിന്റെ പ്രത്യുപകാരമാണെന്ന സംശയത്തിലാണ് ഇപ്പോൾ ഇഡി എത്തി നിൽക്കുന്നത്. ഇതിന് ബലം നൽകുന്ന തരത്തിലാണ് കർത്തയുടെയും വീണയുടെയും മൊഴികൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതും. കർത്ത ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴികളിൽ കമ്പനിയുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് തുക നൽകിയിട്ടുണ്ടെന്ന് സമ്മതിച്ചിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായ തുക ലഭിച്ചത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കാണെന്ന സംശയം ഇഡി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. കർത്തയുടെ മൊഴിയും വീണയുടെ മറുപടികളും കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കേസിൽ നിന്ന് എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മുൻപ് ഭരണരംഗത്തുണ്ടായിരുന്നപ്പോൾ ആ സ്വാധീനം ഉപയോഗിച്ച് സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു നൽകിയോ എന്നും അതിന് പകരമായി മകളുടെ കമ്പനിയിലേക്ക് തുക എത്തിച്ചോ എന്നുമുള്ള കാര്യം ഉറപ്പുവരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ഇതിനായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന നിലപാടിലാണ് ഇഡി. കേസിൽ സാമ്പത്തിക ക്രമക്കേടുകൾ വ്യക്തമാണെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ തുടരന്വേഷണം ശക്തമാകുന്നതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ആശങ്കയേറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വീണ വിജയനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം മുൻ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കാനാണ് നീക്കം. പ്രതിപക്ഷ നേതാവിനെ തന്നെ കേസിലേക്ക് നേരിട്ട് വലിച്ചിഴയ്ക്കുന്ന തരത്തിലേക്ക് മൊഴികൾ മാറിയത് പാർട്ടിയിലും രാഷ്ട്രീയ തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുൻപ് കേസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM ശ്രമിച്ചിരുന്നുവെങ്കിലും അന്വേഷണ ഏജൻസികൾ സാമ്പത്തിക രേഖകളും മൊഴികളും അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യൽ ശക്തമാക്കിയതോടെ പ്രതിരോധം തീർക്കാൻ സംസ്ഥാന നേതൃത്വം പ്രയാസപ്പെടുകയാണ്. മകളുടെ മൊഴി തന്നെ അച്ഛന് തിരിച്ചടിയാകുന്ന അപൂർവ സാഹചര്യമാണ് മാസപ്പടി കേസിൽ രൂപപ്പെട്ടിരിക്കുന്നത്.
മുൻ ഭരണത്തലവനെയും നിലവിലെ പ്രതിപക്ഷ നേതാവിനെയും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റ് ഉയരുമെന്ന് ഉറപ്പാണ്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം തിരുവനന്തപുരത്തെയും ഡൽഹിയിലെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരുപോലെ ഉറ്റുനോക്കാൻ നിർബന്ധിതരാക്കുന്നു. കേസിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നീങ്ങുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയമായ ലാഭനഷ്ടങ്ങൾക്കപ്പുറം സാമ്പത്തിക ക്രമക്കേടിന്റെ വ്യാപ്തി കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന് ED കേന്ദ്രങ്ങൾ വ്യക്തമാക്കുമ്പോൾ മാസപ്പടി കേസ് കൂടുതൽ നിർണായകമായ നിയമ പോരാട്ടങ്ങളിലേക്ക് വഴിമാറുകയാണ്. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് ഇങ്ങനെയായിരുന്നു. മാധ്യമങ്ങളുടെ സൃഷ്ടിയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ശശിധരൻ കർത്തയുടെ മൊഴിയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല. കേസിൽ നിയമപരമായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. എന്തായാലും അന്വേഷണത്തിൽ പുറത്തുവന്ന പുതിയ മൊഴികളും രേഖകളും കേസിൽ കൂടുതൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ.